പെസഹാടിനെ നീക്കിയ മശിഹാമോദി തീച്ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാടിനെ നീക്കിയ മശിഹാമോദി തീച്ചരുളുക കൃപ നിൻ പെസഹായാൽ പെസഹാടിനെ നീക്കിയ മശിഹാമോദി തീച്ചരുളുക കൃപ നിൻ. നമ്മുടെ കർത്താവായ യേശുതമ്പുരാൻ തൻ്റെ രക്ഷാകരമായ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി സ്വർഗത്തിലെ മഹിമാവസ്ഥ വെടിഞ്ഞ് മനുഷ്യാവതരത്തിലേക്ക് ഇറങ്ങി വരികയും അവാച്യമായ കഷ്ടതകൾ അനുഭവിച്ച് മനുഷ്യത്രാണനും സാധിക്കുകയും ചെയ്തത് ലോകചരിത്രത്തിലെ അവിസ്മരണീയമായ സംഭവമാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഇത് ചിന്തിപ്പാൻ സാധ്യമല്ല. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടപ്പാടുകളുടെ ആധിക്യവും വിവിധത്വവും അതിൽ നിന്നുളവാകുന്ന സൽഫലങ്ങളും അവർണ്ണനീയമാണ്. ഒന്നാമതായി ഗത്സമന തോട്ടത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ സ്മരണാ മണ്ഡലത്തിലേക്ക് എത്തുന്നത് ഗത്സമന തോട്ടമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ള ഉദ്യാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഗത്സമന. കർത്താവിൻ്റെ ഐഹിക ജീവിതം പരിശോധിച്ച് നോക്കിയാൽ അത് കഷ്ടപ്പാടുകളുടെ ഒരു സമാഹാരമാണെന്ന് കാണാം. എന്നാൽ കഷ്ടാനുഭവത്തിൻ്റെ ആധിക്യം വർദ്ധിക്കുന്നത് ഗത്സമനയിൽ താൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന മുതലാണ്. വ്യാഴാഴ്ച അസ്തമിച്ച ആ രാത്രിയിൽ പെസഹാ ഭക്ഷണം കഴിഞ്ഞ് യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് കൂടി കെദ്രോൻ തോട് കടന്ന് ഗത്സമനയിലേക്ക് പ്രവേശിച്ചു. ഒലിവ് വൃക്ഷങ്ങളാൽ നിബിഡമായ ഗത്സമന തൻ്റെ പ്രിയനാഥനെ ഏറ്റുവാങ്ങി. തൻ്റെ ശിഷ്യന്മാരിൽ 8 പേരോട് ഒരു സ്ഥലത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാൻ ദൈവനാഥൻ കൽപ്പിച്ചു. അതിനുശേഷം തൻ്റെ 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് തോട്ടത്തിനുള്ളിലേക്ക് പോയി. 3 പ്രാവശ്യവും യേശുതമ്പുരാൻ അവിടെ വെച്ച് ദൈവതമ്പുരാനോട് പ്രാർത്ഥന നടത്തി. ശബ്ദത്താൽ തൻ്റെ പിതാവാം ദൈവത്തോട് നിലവിളിച്ചു. മനോവേദനയാൽ തൻ്റെ ഹൃദയം കലങ്ങി. അവൻ്റെ രക്തം വീർപ്പ് തുള്ളികളായി മാറി. എൻ്റെ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടം പോലെയല്ല നിൻ്റെ ഇഷ്ടം പോലെയാകട്ടെ എന്ന് ആ ദൈവതമ്പുരാൻ പ്രാർത്ഥിച്ചു. കഷ്ടാനുഭവത്തെയും കുരിശുമരണത്തെയും ഉദ്ദേശിച്ചായിരിക്കണം യേശുതമ്പുരാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെ. ആദ്യം കാണിച്ച അനുസരണക്കേടിനെ പ്രായശ്ചിത്തമായി പരമാവധി അനുസരണം യേശുതമ്പുരാൻ പ്രദർശിപ്പിക്കുകയാണ്. പ്രാർത്ഥന കേവലം വൃഥാജൽപ്പനങ്ങളോ മാനുഷിക ആവശ്യങ്ങളുടെ നിവേദനങ്ങളോ അല്ലെന്നും ദൈവഹിതത്തിന് അനുസരണമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യാത്മാവും ദൈവാത്മാവും തമ്മിലുള്ള ഒരു സംസർഗമാണെന്നും യേശുതമ്പുരാൻ്റെ ഈ പ്രാർത്ഥനാ രീതി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അത് മാറുകയല്ല ചെയ്തത്. പിന്നെയോ പരിമിതമായ നമ്മുടെ ബുദ്ധി യോഗ്യവും ആവശ്യവുമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഗത്സമന തോട്ടത്തിലേക്ക് കണ്ണോടിച്ച് നോക്കുമ്പോൾ വിയർപ്പ് തുള്ളികൾ പോലും രക്തത്തുള്ളികളായിട്ട് മാറി ദിവസസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് കടന്നു വന്ന് നോക്കുമ്പോൾ അവർ ഉറങ്ങുന്നവരായിട്ടാണ് കാണുന്നത്. അല്പസമയമെങ്കിലും എന്നോട് കൂടി നിങ്ങൾക്ക് ഉണർന്നിരിക്കാൻ സാധ്യമല്ലയോ എന്ന് 3 വട്ടവും അവരോട് ചോദിക്കുന്നുണ്ട്. 3-ാം പ്രാവശ്യം വന്ന് കാണുമ്പോഴും ചോദിക്കുന്നു, ഇനി നിങ്ങൾ ഉറങ്ങിക്കൊള്ളുക എന്ന്. പക്ഷേ പിന്നീട് അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നമ്മുടെ കർത്താവിനോട് ചേർന്ന് ഈ കഷ്ടാനുഭവഴ്ചയിൽ കഷ്ടം അനുഭവിക്കുന്ന ദിവസങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തയോടുകൂടി ആ ക്രിസ്തുവിന് സാക്ഷികളായി ജീവിപ്പാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ക്രിസ്തു നമ്മിൽ പ്രസാദിക്കുകയും നമ്മുടെ വേദനകളിലും ദുഃഖങ്ങളിലും നമുക്ക് തുണയും കോട്ടയുമായിരിക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ആ ക്രിസ്തുനാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഈ വിശുദ്ധ ദിവസങ്ങളിൽ നമ്മെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കട്ടെ. എല്ലാവരെയും ദൈവം തമ്പുരാൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നേക്കും തന്നെ ആമേൻ.